ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2-ാം തീയതിയാണ്. ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ ഇന്ന് ട്രേഡും കാര്യങ്ങളൊന്നുമില്ല. ഓർഡേഴ്സും പൊസിഷൻസും കംപ്ലീറ്റ് സീറോ ആണ്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന മാർക്കറ്റാണ്. ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഇത് 5 മിനിറ്റ് ആണ്. 15 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് മേലെ പോയി രാവിലെ മാർക്കറ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷം നോക്കിയിരുന്നു. പക്ഷേ 1 മിനിറ്റിൽ എൻട്രി ഒന്നും കിട്ടാത്തതുകൊണ്ട് എടുത്തില്ല. അത് ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് കുത്തനെ താഴേക്ക് വരികയും ചെയ്ത്. അതിനുശേഷം വേറെ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും തീരെ ടാപ്പ് ചെയ്തില്ല. അതുകൊണ്ട് പിന്നീടും അങ്ങോട്ട് എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ആകെ ഒരു ദിവസം മാത്രമേ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. ചൊവ്വാഴ്ച മാത്രത്തെ. തിങ്കളാഴ്ച വീഡിയോ ഒന്നും ചെയ്തില്ല. തിങ്കളാഴ്ച വീഡിയോ ചെയ്തില്ല എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും തിങ്കളാഴ്ചത്തെ ഇതൊന്ന് കാണിച്ചത്. ഈ ആഴ്ചത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ശരിക്ക് ഉള്ളൊരു ട്രേഡറെ PNL എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതായത് എപ്പോഴും ഫുൾ പ്രോഫിറ്റും മറ്റേതും മറിച്ചതും മാത്രമൊന്നും ആയിരിക്കില്ല. ഇതിപ്പോൾ 30-ാം തീയതി തൊട്ടിട്ട് 2-ാം തീയതി വരെ ഉള്ളതാണ്. അതായത് ഈ വീക്കിൻ്റെതാണ്. ഈ വീക്ക് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ട്രേഡൊന്നുമില്ല, സീറോ ആണ്. ചൊവ്വാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രേഡാണ് ഇനി. അത് 2 മെസ്സേജാണ് ഇനി. 1500 രൂപയാണ് ലോസ് വന്നത്. പിന്നെ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇന്ന് സീറോ ആണ്. ഇന്നിവിടെ ട്രേഡും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് സീറോ ആണ്. അപ്പോൾ അതിൻ്റെ ചാർട്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഈ ദിവസമാണ്. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. തിങ്കളാഴ്ച അത്യാവശ്യം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാർക്കറ്റിൽ. ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം നല്ല രീതിയിൽ ഇതുവരെ താഴേക്ക് വന്നിട്ടുണ്ട്. മെഷർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്ര മൂവ്മെൻറ്റ് 180 പോയിൻറ്റിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻട്രി തരാത്തതുകൊണ്ട് അന്ന് കംപ്ലീറ്റ് മാർക്കറ്റിൽ നോക്കിയിരിക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ അത്യാവശ്യം കൺസോളിഡേറ്റിംഗ് ആണ്. ഇനി മേലേക്ക് ചെറിയ രീതിയിൽ കയറുമ്പോഴൊക്കെ ഭയങ്കര അരിച്ചരിച്ച് മെല്ലെ പോകണത്. ഇവിടെയും അത്യാവശ്യം അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു ഏരിയയിലും അതേപോലെ ഈ ഒരു ഏരിയയിലും അവിടെയൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നുണ്ട്. പക്ഷെ പ്രോപ്പർ എൻട്രി തീരെ തന്നില്ല. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഞാൻ സാധാരണ എടുക്കുന്ന രീതിയിലുള്ള എൻട്രി തീരെ തന്നില്ല. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ അന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായി. പക്ഷേ അപ്പോൾ അന്ന് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അത് ടാപ്പ് ചെയ്യില്ല. അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയി. പക്ഷേ അത് ടാപ്പ് ചെയ്യാതെ എൻട്രി ഒന്നും തരാതെ വീണ്ടും താഴേക്ക് തന്നെ വരികയാണ് ചെയ്തത്. അതിന് ശേഷം പിന്നെ അങ്ങനെ അന്ന് തിങ്കളാഴ്ച കംപ്ലീറ്റ് മാർക്കറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിരുന്നു, എൻട്രി ഒന്നും കിട്ടിയില്ല. പിന്നെ ചൊവ്വാഴ്ച നോക്കുകയാണെങ്കിൽ ഇന്നലെ 2 ട്രേഡ് എടുത്ത് 2 വെസലാണ്. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കൺസോളിഡേറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള 2 എൻട്രി എന്നുകൊണ്ട് 2 എടുത്ത് അത് 2 മെസ്സേജ് അടിക്കുകയും ചെയ്തു. ഒരു എൻട്രി ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ലിക്വിഡിറ്റിയുടെ ടാപ്പ് ചെയ്യപ്പം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അത് മേലേക്ക് പോയില്ല. അപ്പോൾ SL അടിച്ച്. പിന്നെ രണ്ടാമതൊരു എൻട്രി ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ ഇവിടുന്ന് എടുത്താണ് ഇതുകൊണ്ട് അത് ടാർഗറ്റിൻ്റെ അടുത്ത് വരെയൊക്കെ വന്നിനി. ഡയലോണ് ഇനി ടാർഗറ്റ് വെച്ചിരുന്നത്. ഇവിടെ ഡയലോൻ്റെ അടുത്ത് വരെയൊക്കെ വന്നിനി. പക്ഷേ അത് ടാർഗറ്റ് അടിക്കാതെ വീണ്ടും മേലേക്ക് പോയി. അവിടുന്ന് SL അടിച്ച്. സോ ഇന്നലത്തെ മാർക്കറ്റിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിരുന്നിട്ട് 2 ട്രേഡ് എടുത്തിട്ട് 2ഉം ലോസാണ് വന്നത്. പിന്നെ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇന്നും അത്യാവശ്യം മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. മൂവ്മെൻ്റ് രാവിലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ലിക്വിഡിറ്റി ഇത് ഈ ദിവസം തൊട്ട് നോക്കിയിരിക്കാൻ തുടങ്ങിയാണ്. ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയതിനു ശേഷം ഈ ഒരു പ്രാവശ്യം അടുത്ത് പോയി ടാപ്പ് ചെയ്തില്ല, വീണ്ടും പോയിട്ടൊക്കെയാണ് ടാപ്പ് ചെയ്ത്. സോ ഇന്ന് രാവിലെ തന്നെ നല്ല മൂഡിലാണ്. ഇനി നല്ല അടിപൊളി എൻട്രി ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആണ്. ഇവിടെ ടാപ്പ് ചെയ്തപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല രീതിയിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ 1 മിനിറ്റിൽ എൻട്രിയും തരാതെ നല്ല രീതിയിൽ ഫാള് വന്ന് പിന്നീട് വേറെ ലിക്വിഡിറ്റി ഒന്നും ടാപ്പും ചെയ്തിട്ടുമില്ല. സോ ഇന്ന് എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ ഒറ്റ പ്രോഫിറ്റ് പോലും കിട്ടിയില്ല. 3 ദിവസമായി 2 SL ആണ് ആകെ കിട്ടിയത്. 2 ദിവസം മാർക്കറ്റിൽ കംപ്ലീറ്റ് നോക്കിയിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പല ഫീലിങ്സും വരും. മറ്റേ ഓവർ ട്രേഡ് ചെയ്യാനും റിവെഞ്ച് ട്രേഡ് ചെയ്യാനും ഇങ്ങനെ മാർക്കറ്റ് തന്നെ നോക്കിയിരുന്ന ഒരു ട്രേഡും ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ചിലപ്പം നല്ല ഫാള് വരുന്നത് എവിടെന്നെങ്കിലൊക്കെ ചാടി കയറാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും തോന്നിയിട്ടും ട്രേഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരൊറ്റ ട്രേഡ് മതി. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരൊറ്റ ട്രേഡ് നമ്മൾ സ്ട്രാറ്റജി തെറ്റിച്ചിട്ടോ അല്ലെങ്കിൽ റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും തെറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഡിസിപ്ലിനും പ്രോഫിറ്റുകളും ഒക്കെ പോകാൻ ഒരൊറ്റ ട്രേഡ് മതി. ആ ഒറ്റ ട്രേഡ് ചിലപ്പോൾ പ്രോഫിറ്റ് അടിച്ചാലും പ്രശ്നമാണ്, SL അടിച്ചാലും പ്രശ്നമാണ്. ആ ഒരു ട്രേഡ് നമ്മൾ തോന്നി മാറി എടുത്തിട്ട് അത് SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണൽ വല്ലാണ്ട് ബാധിക്കും. ഇത്രയും ദിവസം നോക്കി വെച്ച എൻട്രി വരാത്ത സമയത്ത് എൻട്രി എടുക്കാതിരുന്നൊക്കെ വെറുതെ പോലെ ഇന്നിപ്പോൾ ഒരു SL ഒരു ആവശ്യമില്ലാണ്ട് വരുത്തിച്ചില്ലേ, അതിങ്ങനെയും തിരിച്ചു പിടിക്കണം. അപ്പോൾ വേറൊരു ട്രേഡ് എടുക്കും. അങ്ങനെയൊക്കെ പോയി പോകും. ഇനിയിപ്പോൾ അങ്ങനെ കണ്ണും കൂട്ടി വെറുതെ ഒരു ട്രേഡ് ഇവിടെ നിന്ന് എടുത്തിട്ട് പ്രോഫിറ്റ് അടിച്ചിരിക്കുക.
അങ്ങനെ പ്രോഫിറ്റ് അടിച്ചാൽ നമ്മളുള്ളിൽ ചിന്ത വരും, അപ്പോൾ 2-3 ദിവസമായിട്ട് ട്രേഡൊന്നും കിട്ടാതിരിക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കാം, തോന്നിയ മാതിരിയൊക്കെ എടുക്കാം, വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെയും എടുക്കും, വെറുതെ തോന്നിയിടത്തിലൊക്കെ എടുക്കാൻ നിൽക്കും. അത് എന്തായാലും നമുക്ക് ലോങ് റണ്ണിൽ നോക്കുമ്പോൾ ലോസ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ ഈ പോകുന്ന പോലെ തന്നെ പോവുകയായിരിക്കാം. ഇനിയിപ്പോൾ നാളെ പ്രോപ്പർ എൻട്രി വരികയാണെങ്കിൽ എടുക്കുക, അതല്ല വരില്ല എന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. ആ രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരൊറ്റ ടാർഗറ്റ് അടിച്ചാൽ മതി. ഇതിപ്പോൾ ലോസ് എത്ര 1800 അല്ലേ, ഇനിയിപ്പോൾ ഒരു 2-3 SL കൂടെ അടിച്ചായിരിക്കാം, എന്നാലും ലോസ് ഒരു 2000, 3000, 4000 പോയിക്കും. അങ്ങനെ 4000 വരെ പോയാലും പ്രശ്നമില്ല, ഒരൊറ്റ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ 4500 ആ ലോസ് കംപ്ലീറ്റ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും നോക്കാതെ തെറ്റിച്ചിട്ട് ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്തിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് റിവഞ്ച് ട്രേഡ് കൊടുത്തിട്ട് ലോസ് ഒരു 4000, 5000, 6000, 10000 കൊണ്ടുപോയി വിചാരിക്കാം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് കളി കളിച്ചാലും എനിക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടൊന്നും കാര്യമില്ല, അതെനിക്ക് റിക്കവർ ചെയ്ത് വരാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ ട്രേഡുകൾ ഒരൊറ്റൊന്നും എടുത്താൽ മതി, ഒറ്റൊന്നും തന്നെ നമ്മളെ കംപ്ലീറ്റ് സംഭവം പോയിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡുകളൊന്നും എടുക്കാതിരിക്കുക. അതാണ് ട്രേഡിങ്ങിൽ ഏറ്റവും നമുക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രാറ്റജി റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നല്ല, അതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്ട്രാറ്റജിനെക്കാട്ടും ഒരു 10 ഇരട്ടി ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും ഇമോഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ. സ്ട്രാറ്റജി ഇനി നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലൊക്കെ റെഡിയാക്കി എടുക്കാം. പക്ഷെ അതേപോലെ എക്സിക്യൂട്ട് ചെയ്ത് അത് ഫോളോ ചെയ്ത് ഡിസിപ്ലിനോടുകൂടി അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നല്ല രീതിയിൽ ഇമോഷനും കാര്യങ്ങളൊക്കെ വേണം. അത് കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പ്രോഫിറ്റബിളായിട്ട് പിടിച്ചെടുക്കാനൊക്കെ കഴിയുള്ളൂ. ഓക്കെ, സോ അത്ര കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. സാധാരണ ചില സമയത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യലില്ല, ട്രേഡ് ഇല്ലാത്ത സമയത്ത് വീഡിയോ അങ്ങനെ ചെയ്യലില്ല. പക്ഷേ ഇന്ന് എന്തായാലും ചെയ്യാതിരിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ വീഡിയോ ചെയ്തില്ലേന്നുണ്ട്. അങ്ങനെ തിങ്കളാഴ്ച ഒരു കമൻറ്റും വന്നിരുന്നുണ്ട്, എന്താ ഡെയിലി വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡ് ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഒരു വീഡിയോ ചെയ്യാതിരിച്ചിട്ട് ചെയ്യുന്നതാണ്. സോ എന്തായാലും ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.